ഹലോ നമസ്കാരം. എൻ്റെ പേര് ചിന്നു എന്നാണ്. എൻ്റെ ചാനലിൻ്റെ പേര് ചിന്നു റിയാക്ട്സ് എന്നാണ്. അപ്പം ഈ ഒരു ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്. ഞാൻ താമസിക്കുന്നത് ഓസ്ട്രേലിയയിലാണ്, സിഡ്നിയിലാണ്. അപ്പോൾ എൻ്റെ തമ്പനെയിൽ കണ്ടതുപോലെ തന്നെ ദുബായിൽ മാത്രമല്ല രേണുവിന് ഇവിടെ ഓസ്ട്രേലിയയിലും പിടിപാട് ഉണ്ട് എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ അർത്ഥം ഇവിടെയും സംസാര വിഷയം നമ്മുടെ രേണുസുതി തന്നെയാണ്. ഞാൻ നമ്മുടെ നാട്ടിലുള്ള വാർത്തകളൊക്കെ അറിയുന്നത്, ഞാൻ ഉൾപ്പെടെയുള്ളവർ അറിയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയാണ്. വളരെ തരം താഴ്ന്ന രേണുസുതിയുടെ വാർത്തകൾ മുതൽ വളരെ പ്രാധാന്യമുള്ള വാർത്തകൾ വരെ അറിയുന്നത് ഇതിൽ കൂടിയാണ്. കുറച്ച് ദിവസത്തിന് മുന്നേ എല്ലാവരും കണ്ടു കാണും, ഇൻസ്റ്റ തുറന്നാൽ ഫുള്ള് രേണുസുതിയുടെ കുറേ കുലിസിത വാർത്തകൾ. അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത്. ആദ്യം നമ്മൾ ഗണപതിക്ക് വയ്ക്കും പോലെ രേണുസുതിക്ക് തന്നെ വെച്ചുകൊണ്ട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. രേണുവിൻ്റെ സ്വന്തം ഭർത്താവിനെ വെച്ച്, മരിച്ചുപോയ ഭർത്താവിനെ വെച്ച് കാശുണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചു, ഞാനായിട്ട് എന്തിനാ മിണ്ടാതിരിക്കുന്നത്, ഞാനും കുറച്ച് കാശ് രേണുവിനെ വെച്ച് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തരംഗമായിരിക്കുന്ന നമ്മുടെ രേണുസുതിയുടെ ന്യൂസും ഞാൻ നല്ലോണം കാണാറുണ്ട്. അതിൻ്റെ റിയാക്ഷൻ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് എല്ലാ റിയാക്ഷൻ വീഡിയോസും ഇഷ്ടമാണ്. അവരുടെ ചില കാര്യങ്ങളിൽ അവർ ഒരു വിധവയാണ്, അങ്ങനെ അടച്ചിരിക്കേണ്ട കാര്യങ്ങളില്ല, അവർക്കും ആഗ്രഹങ്ങളുണ്ട്, ആ കാര്യത്തോടൊക്കെ ഞാൻ യോജിപ്പാണെങ്കിലും അവർ കാണിക്കുന്ന ഈ കുലിസിതങ്ങളിലൊന്നും ഞാൻ ഒട്ടും തന്നെ യോജിക്കാത്ത ഒരാളാണ്. കാരണം അവരെന്താണ് പൊതുസമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് അവരെ മാതൃകയാക്കേണ്ടത് എന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഒരു റിയാക്ഷൻ വീഡിയോ തുടങ്ങണ്ട, ഞാൻ ആദ്യം കുറച്ച് കുക്കിംഗ്, ട്രാവൽ വ്ളോഗ്സ് ഒക്കെ ചെയ്ത് പയ്യെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയപ്പോൾ ഞാൻ 2 ദിവസത്തിന് മുന്നേ നമ്മുടെ ഇൻസ്റ്റ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ ഫുള്ള് രേണുസുതി. ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടുമ്പോൾ ഓരോ കുലിസിതങ്ങളുടെ ഷോർട്സ് വീഡിയോസാണ് രേണുസുതി പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ നോട്ട് ഇൻട്രസ്റ്റ് കൊടുത്താലും വേറെ എവിടെന്നെങ്കിലുമൊക്കെ കയറി ഈ ഒരു വീഡിയോ വരുന്നുണ്ട്. എനിക്കിത് മാറ്റാനേ പറ്റുന്നില്ല. ഞാൻ ഇരുന്ന് ഫുള്ള് കണ്ടു. ദൈവമേ, എന്തൊക്കെയാ ആ സ്ത്രീ കാണിക്കുന്നത്! അവരെ വിൽക്കുന്നുണ്ട്, മരിച്ചുപോയ അവരെ ഭർത്താവിനെ വിറ്റ് കാശുണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെ പ്രഹസനമാണ് കാണിക്കുന്നത്! ഒരു ആൽബം വീഡിയോയുടെ കാര്യം പറഞ്ഞ്, ഈ ആൽബം എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു സമയത്ത് ഇറങ്ങിയ ആൽബം സോങ് ഒക്കെ നമ്മൾ ഭയങ്കര നൊസ്റ്റാൾജി, ഒരു നൊസ്റ്റു പോലെയൊക്കെ കേൾക്കുന്ന സോങ്സാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ആൽബത്തിലെ എന്താണ് കാണേണ്ടത്, അതിൻ്റെ സീനാണോ കാണേണ്ടത്, അതിലെന്ത് പാട്ടാണ് എന്നൊന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്തത് രേണുവിനെ ഫോക്കസ് ചെയ്യുന്നതോടൊപ്പം തന്നെ രേണുവിൻ്റെ പിറകിൽ കുറച്ച് കുട്ടികൾ ഇരിക്കുന്നുണ്ട്. അത് സ്കൂളിൽ പഠിക്കുന്ന കുട്ടി, കൂടിപ്പോയാൽ +2 പഠിക്കുന്ന കുട്ടികൾ. അവരാരും കംഫർട്ടബിൾ ആയിട്ടല്ല ഇരിക്കുന്നത്. അവർക്കേ ഇഷ്ടപ്പെടുന്നില്ല രേണു കാണിക്കുന്ന ഓരോ ചേഷ്ടകളോ കാര്യങ്ങളോ ഒന്നും ആ കുട്ടികൾക്കേ ഇഷ്ടപ്പെടുന്നില്ല. അവിടെ ഡയറക്ടർ അകത്ത് ഇരുന്ന് വിളിക്കുന്നുണ്ട്, രേണു ചേച്ചി എവിടെയാ, കയറി വാ. രേണു മൈൻഡ് ചെയ്യുന്നില്ല. രേണുവിന് നന്നായിട്ടറിയാം കുറേ ക്യാമറ തൂക്കി ആൾക്കാരിരിപ്പുണ്ട്, ഇത് ഔട്ടാകും എന്ന്. ഇത് ചിലപ്പോൾ രേണു അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ രേണു ഇതൊന്ന് വൈറലാവാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കും. എന്തായാലും പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ പേര് അപരാധിത്തരം എന്നല്ലാതെ എനിക്ക് വേറെ പേര് കിട്ടുന്നില്ല. ഇതിൻ്റെ പേരെന്തോ കള്ളിപ്പെണ്ണും കള്ളു ഷാപ്പോ. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ പേര് വേറെ എന്തെങ്കിലുമൊക്കെയാണ് ഇടേണ്ടത്. വല്ല പോൺ സൈറ്റിലും പോയി പോസ്റ്റ് ചെയ്യേണ്ടതിന് പകരം സോഷ്യൽ മീഡിയയിലിട്ട് പോസ്റ്റ് ചെയ്ത് കാണാനും പറ്റുന്നില്ല, എന്നാൽ വേറൊരു വീഡിയോ നമുക്ക് വാച്ച് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. പോൺ സൈറ്റിലൊക്കെ ഇട്ട് ഇഷ്ടം പോലെ ഇതിനെക്കാട്ടി വ്യൂവർഷിപ്പ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അങ്ങനത്തെ സിനിമ കാണുന്ന ഒരാളല്ല കേട്ടോ, നിങ്ങളങ്ങനെ എന്നെ തെറ്റിദ്ധരിക്കരുത് ഫസ്റ്റ് തന്നെ. എന്തായാലും കൊള്ളാം. ഇതിലെനിക്ക് പറയാനുള്ളത് രേണുവിൻ്റെ മകനോടാണ്. ഫസ്റ്റ്, നീ ഇതിൽ പറയാറുണ്ടായിരുന്നു മോൻ്റെ അമ്മയുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടില്ല, അമ്മ ചെയ്യുന്ന വീഡിയോസിനൊന്നും ഞാൻ അങ്ങനെ അഭിപ്രായം പറയാറില്ല, ഞാൻ അമ്മയുടെ വീഡിയോസ് വരുമ്പോഴാണ് ഞാനത് അറിയുന്നതെന്ന്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്, ഒരാളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടാത്തത്. പക്ഷെ മോൻ്റെ അച്ഛൻ ഉണ്ട്. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടണം, അല്ലെങ്കിൽ അച്ഛൻ്റെ ആത്മാവിനോട് നിനക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ വന്നിരുന്ന് പറയണമെന്നൊന്നുമില്ല. നിനക്ക് നിൻ്റെ അമ്മയോട് നേരിട്ട് പറയാം.
ഒന്നുമല്ലെങ്കിലും ഒരു 10 കമ്പ് വെട്ടി അടിച്ചിട്ട് കേറിപ്പോടി എന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഒരു അമ്മയുടെ സ്ഥാനത്തായതുകൊണ്ട് നീ ചിലപ്പോൾ അത് പറയത്തില്ല, പക്ഷെ നിനക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഉപദേശിച്ച് ആ സ്ത്രീ ഒന്ന് വീട്ടിലിരുത്താം. അറ്റ്ലീസ്റ്റ് എൻ്റെ അച്ഛൻ്റെ പേര് വച്ച് നിങ്ങൾ കാശുണ്ടാക്കല്ലേ സ്ത്രീയെ എന്നെങ്കിലും നിനക്ക് പറയാം. അതാണ് എനിക്ക് ആ കുട്ടിയോട്. ആ കുട്ടി കഴിഞ്ഞ ദിവസം കുടിച്ച് കുറേ ഫ്രണ്ട്സിനായിട്ട് കാറിനകത്തിരുന്ന് ഇതിനെ റിയാക്ട് ചെയ്ത് അതുലിനെയൊക്കെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് അവൻ മുങ്ങി. അവൻ പൊങ്ങിയത് കുളു മണാലിയിലോ ലഡാക്കിലോ ആണെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ. എന്തായാലും തണുപ്പൊക്കെ മാറി ചൂടോടെ വരുമ്പോൾ നിനക്ക് ഈ ചൂടോടെയുള്ള വാർത്തകളും ഇതൊക്കെ കാണുമ്പോൾ നീ എന്തെങ്കിലും ചൂടോടെ 2 വാക്ക് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത കാര്യം, രേണുവിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആൾക്കാർക്ക് അവർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലേ എന്നൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം എല്ലാവരും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ദാസേട്ടൻ കോഴിക്കോട്, ശരിക്കും പറഞ്ഞാൽ അയാൾ കോഴിക്കോടല്ല കോഴിക്കോട് എന്നാണ് പറയേണ്ടത്. ആ മനുഷ്യന് ഒരു ഭാര്യ, 3 മക്കളോ, 2 ആൺകുട്ടികളോ, ഒരു പെൺകുട്ടി. നിങ്ങളുടെ വീട്ടിലൊന്നും പറയത്തില്ല. പിന്നെ ആ പ്രതീഷ് ആദ്യകാലത്ത് രേണുവിൻ്റെ കൂടെ കുഴഞ്ഞ് ആടി നടന്ന് കുറേ വീഡിയോസൊക്കെ ചെയ്ത് മിക്കവാറും അവൻ കുടുംബസമേതമായിരുന്നു വന്നുകൊണ്ടിരുന്നത് രേണുവിൻ്റെ കൂടെ വീഡിയോ ചെയ്യാൻ. ഇപ്പം അവൻ ഒറ്റയ്ക്ക് വന്നു. അവൻ ഒരു പൊടിക്ക് അടങ്ങിയിട്ടുണ്ട്. കാര്യം അവൻ്റെ പെണ്ണുമ്പുള്ള മിക്കവാറും പറഞ്ഞു കാണും കുലിസിതവും കൊണ്ട് ഇങ്ങോട്ട് കയറണ്ടാന്ന്. പിന്നെ 3ാമതൊരു പുതിയ അവതാരം, അപരാധം കാണിക്കുന്ന ഒരു അവതാരം. എൻ്റെ പൊന്നെ, എന്തൊക്കെയാ ഇത്? ഒരു അനിയനാണെന്നും പറഞ്ഞ് ഇങ്ങനെയാണോ അനിയൻ്റെ കൂടെ പെരുമാറുന്നത്? ചേച്ചിക്ക് അനിയൻ്റെ കൂടെ പെരുമാറാൻ അറിയത്തില്ല? ഒരു ടാഗ് അനിയൻ അല്ലെങ്കിൽ ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ, ഇത് വച്ച് എന്ത് ചെറ്റത്തരവും കാണിക്കാന്നാണോ? അവനാണെങ്കിൽ ഇട്ട് കൊടുക്കുന്നു. ആര് ചോദിച്ചു നിങ്ങൾ ഫ്ലാറ്റിലാണോ താമസിച്ചതെന്ന്? ആര് ചോദിച്ചു നിങ്ങൾ നിങ്ങളുടെ സാധനങ്ങളെല്ലാം ഇരിക്കുന്നോന്ന്? നിങ്ങൾ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പറയും ഒരു റൂമിൽ താമസിച്ചാൽ എന്താ കുഴപ്പം, അത് കാണുന്നവരുടെ കണ്ണിനാ കുഴപ്പം. നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടുവച്ചിട്ട് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഷഫീനത്തയുടെ വീഡിയോ കാണാറുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളിക്കാരി പറയുന്നുണ്ടായിരുന്നു രേണു കണ്ടൻ്റ് ആണെന്ന്. നോ, രേണു കണ്ടൻ്റ് അല്ല. രേണു ഈസ് എ തുണ്ട്, അത്രേ ഉള്ളൂ. കണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഫുൾ അതിൽ സബ്ജക്റ്റ് കാണും. ഇതിലെന്താ ഇമ്പാക്റ്റ് ചെയ്യുന്ന ആ സബ്ജക്റ്റ് കൊണ്ട്? രേണു വെറും തുണ്ടാണ്, അല്ലാതെ രേണു കണ്ടൻ്റ് അല്ല. അത് കണ്ടൻ്റായിട്ട് തോന്നുന്നതാണ്. രേണുവിൻ്റെ വിചാരം ഈ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒരു പൊടിക്ക് അടങ്ങും, കുറേ കഴിയുമ്പം ഇതൊക്കെ അവർ മടുത്തു പോവും എന്നാണ്. രേണു എത്രത്തോളം ചെയ്യുന്നോ അതിൻ്റെ ഇരട്ടി ചെയ്തിട്ടേ കാര്യമുള്ളൂ. നമ്മൾ കേട്ടിട്ടില്ലേ, ഒരാൾ ശബ്ദം ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഇരട്ടി ശബ്ദം ഉണ്ടാക്കുമ്പോൾ താഴത്തെ ശബ്ദം പതിയെ താഴും. അതേപോലെ തന്നെ പുള്ളിക്കാരി നിർത്തോ അല്ലെങ്കിൽ നിർത്തില്ലേ എന്നുള്ളത് വിഷയമല്ല. പക്ഷെ പുള്ളിക്കാരി വീഡിയോസ് കാണില്ല എന്ന് പറഞ്ഞാലും ഫുൾ വീഡിയോസും കുത്തിയിരുന്ന് കാണുന്നുണ്ട്. അത് നമുക്ക് അവരുടെ സംസാരം കേൾക്കുമ്പോഴേ മനസ്സിലാവും. ചെറിയ ചെറിയ സ്ഥലത്തൊക്കെ അവർക്ക് അബദ്ധവും പറ്റുന്നുണ്ട്. ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മാറ്റുന്നുണ്ട്. പുള്ളിക്കാരി കാണണം. കുറേ കാലം കഴിയുമ്പോൾ ഇത് കണ്ടിരുന്ന് പശ്ചാത്തപിക്കണ്ടേ? അന്ന് ഈ വീഡിയോസ് അത്രയും ഇരുന്ന് കാണാൻ പറ്റുമോ? അപ്പം ഈ വീഡിയോസ് കണ്ടതിനെയൊക്കെ ഓർത്തിരുന്ന് പശ്ചാത്തപിക്കണം. ഇനി എനിക്ക് രേണുവിൻ്റെ കുറച്ച് വാലുകളെ, ഇത്തിൾ കണ്ണികളായിട്ടുള്ള 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് ക്യാറ്റ്സ്, കരിമ്പൂച്ചകൾ. രേണുവിൻ്റെ ഏത് ദുർഘടമായ സാഹചര്യത്തിലും പിടിച്ചു നിർത്തുമെന്ന് പറഞ്ഞ രേണുവിൻ്റെ ബ്ലാക്ക് ക്യാറ്റ്. പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം വന്നൊരു വീഡിയോ ഇട്ട് എനിക്ക് രേണുവിൻ്റെ ഈ ഒരു പ്രവൃത്തിയൊന്നും ഇഷ്ടപ്പെടുന്നില്ല. രേണുവിനെ ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. രേണു വാ പോയ കോടാലിയാണ്. രേണുവിനെ ഞാൻ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ രേണു അത് കേൾക്കുമെന്ന് നിങ്ങൾ പറഞ്ഞിട്ട് വേണോ അവൾ കേൾക്കാൻ? അല്ലാതെ അവൾക്കറിയില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങൾ അവളുടെ കാര്യങ്ങളിൽ ഒരുപാട് ഇടപെടുന്നു എന്ന് വരുമ്പോൾ അവൾ നിങ്ങളെ മാറ്റും. നിങ്ങളും കൂടുതൽ ഇടപെടണ്ടെന്ന് പറയും. അപ്പോൾ ആര് പറഞ്ഞാൽ രേണു കേൾക്കും? അപ്പം രേണുവിന് ആരായിരിക്കും നിങ്ങളെപ്പോലെ കാര്യങ്ങൾ പുറകെ പറഞ്ഞു കൊടുക്കാനുണ്ടാവുക? ഇത് രേണു തന്നെ മനസ്സിലാക്കി മാറിയാലേ പറ്റുള്ളൂ. എന്തൊക്കെ കുലിസിതമെന്നൊന്നും അല്ല ഇതിനെ പറയേണ്ടത്. എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ ഒരു ആൽബത്തിൻ്റെ പേരിൽ കാണിച്ചു കൂട്ടുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു ഡയറക്ടർ എന്തോ RJ ലച്ചുവോ എന്തോ ഒരു പേര്, ആ പെണ്ണും പിള്ളയാണെങ്കിൽ ഇവള് കാണിക്കുന്ന ഈ അപരാധിത്തരം അത്രയും കണ്ട് അവൾക്ക് സഹിക്കാൻ വയ്യാതെ അവൾക്ക് കുരുപൊട്ടി അവസാനം അവൾ അവൻ്റെ കൂടെ കിടന്ന് മറിഞ്ഞിട്ട് ഒരു ആക്ഷൻ പറയുന്നു. രേണു വരുന്നു, ഈ 2 എണ്ണത്തിനെ എടുത്ത് മാറ്റുന്നു. അത് വേറൊന്നു. എന്തോ നമ്മുടെ ആൻ്റണി പെരുമ്പാവൂർ ചേട്ടനെ പോലെ ഇപ്പം ഈ മുഖം കാണിക്കാൻ വന്നതുപോലെ അവള് അവസാനം വേറൊരു അവിഹിതമായിട്ട് വരുന്ന കഥ. ഇതൊക്കെ എന്താണ്?
ഒരുത്തൻ എടുത്ത് പൊക്കുന്നു, അവന് കൈയഴിക്കുമ്പോൾ അടുത്ത ആളിൻ്റെ കയ്യിൽ രേണുവിനെ കൊടുക്കുന്നു. ആ മരമൊണ്ണ, ആ പ്രതീഷ് പ്രതിമ എന്ന് പറയണ ആ പയ്യന് കൈയഴിക്കുമ്പോൾ അവൻ ആ മൂന്നാമത്തെ അണ്ണന് കൊടുക്കുന്നു. എന്തൊക്കെ പ്രഹസനമാണ്! ഈ പെൺകൊച്ചിന് ഒരു ഇത് വേണ്ടേ, ഉളുപ്പ് വേണ്ടേ? എല്ലാം സുധിച്ചേട്ടൻ. എന്നിട്ട് അവർ തന്നെ ആ സെന്റൻസ് പറഞ്ഞ് സ്വയം ട്രോളുവാണ്. എന്നെ ട്രോളാൻ വേറെ ആരും വേണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ എന്തോ പറയുന്നത്. ഇതെല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണെന്ന് ഓർക്കുമ്പോഴാണ് ആ മനുഷ്യൻ അവിടെ ഒന്ന് സമാധാനമായിട്ട് കിടന്നോട്ടെ പരലോകത്ത്. ആ മനുഷ്യനെ നമ്മളെയൊക്കെ വീട്ടിൻ്റെ അവിടെ പറയും മരിച്ചാൽ പോലും ഒരു സ്വസ്ഥത കിട്ടത്തില്ലെന്ന്. ശരിക്കും പറഞ്ഞാൽ ആ മരിച്ചാൽ പോലും സ്വസ്ഥത കിട്ടില്ല എന്ന് പറയുന്നതിൻ്റെ രക്തസാക്ഷിയും കൂടെയാ ആ സുധിച്ചേട്ടൻ. ആ മനുഷ്യൻ മരിച്ചു പോയി. നിങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിരുന്ന് പറയുന്നത് കേട്ടു, എന്താ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞില്ലേ, മരിച്ച മനുഷ്യനെ കുറിച്ചാണോ എല്ലാവരും ഇരുന്ന് പറയുന്നത്? നിങ്ങൾ നിർത്ത്, ഫസ്റ്റ് നിങ്ങൾ നിർത്തി ഒന്ന് മാതൃക കാണിക്ക്. അപ്പം ബാക്കിയുള്ളവർ നിർത്തും, തീർച്ചയായിട്ടും നിർത്തും. അത് പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. ശരിക്കും പറഞ്ഞാൽ സുധി എന്ന് പറയുന്നത് വലിയൊരു കലാകാരനൊന്നുമില്ല. ഞാൻ ആ മനുഷ്യനെ കാണുന്നത് ലക്ഷ്മി നക്ഷത്രയൊക്കെ അവതരിപ്പിച്ച ആ ഒരു സ്റ്റാർ മാജിക് എന്നുള്ള പ്രോഗ്രാമിലാണ് ഞാൻ കാണുന്നത്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിലാണല്ലോ ഈ ഒരു ആക്സിഡൻ്റ് ആയത്. അപ്പോഴാണ് നമുക്കൊക്കെ ആ മനുഷ്യനോടൊരു സിമ്പതി. കാര്യം അത്രയും നാളും നമ്മൾ കണ്ടുവന്ന ഒരു പ്രോഗ്രാമിൽ ഒരാൾ മരിക്കുമ്പോൾ അപ്പം ആ മനുഷ്യന്, നമുക്ക് വരെ ആ മനുഷ്യനോട് ഒരു സഹതാപം തോന്നുന്നെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നില്ല ആ മനുഷ്യൻ്റെ അടുത്ത് സഹതാപം? നിങ്ങൾ എങ്ങനത്തെ ജീവിതം ആയിക്കോട്ടെ, ഒരുപാട് പേര് പറയുന്നുണ്ട് നിങ്ങൾ ആ ജീവിതത്തിൽ കുറേ ഫ്രസ്ട്രേഷൻ അനുഭവിച്ചു, കുറേ ഇതനുഭവിച്ചു. ശരി, ആ മനുഷ്യൻ പോയില്ലേ, ഇത്രയും ചെയ്തില്ലേ? ആ മനുഷ്യൻ ജീവിച്ചിരുന്നപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ലാത്ത അത്രയും നിങ്ങൾ ചെയ്തില്ലേ? ഇനി വേറൊരു കാര്യം എനിക്ക് രേണുവിനോട് ചോദിക്കാനുള്ളത്, രേണുവിന് സുധിച്ചേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിൽ വരാൻ ഭയങ്കര ഈസി ആയിരുന്നില്ലേ? കാര്യം ഭർത്താവ് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്. അപ്പോൾ കുറച്ചും കൂടി ഈസിയാണ് കൂടെ ഉള്ളവർക്ക് വരാൻ. ഭർത്താവിന് ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങളും വൈറലാവും. അപ്പം നിങ്ങൾ എന്തുകൊണ്ട് അന്ന് വന്നില്ല? നിങ്ങൾ ഭയങ്കര ഒതുങ്ങി, നിങ്ങൾ ഒരു മേക്കപ്പ് ഇല്ലാതെ ഭയങ്കര സാധാരണയായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് ജീവിച്ചത് എന്താ? നിങ്ങളുടെ സുധിച്ചേട്ടനെ അറിയാമായിരിക്കും നിങ്ങളെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് വിട്ടാൽ നിങ്ങളെ കയറൂരി വിടുന്നതിന് തുല്യമാണെന്ന്. നിങ്ങൾ എന്തൊക്കെയോ അടക്കി വച്ചിരുന്ന കാര്യങ്ങൾ ഒരു അവസരം കിട്ടിയപ്പോൾ അതിന് നിങ്ങളിൽ എല്ലാ വേലിയും പൊട്ടിച്ച് പുറത്ത് ചാടി നിങ്ങളുടേതായിട്ടുള്ള ഒരു ലോകത്ത് നിങ്ങൾ ഇങ്ങനെ പറക്കുകയാണ്. പക്ഷേ സമ്മാനം മേടിക്കാൻ താഴെ വരണം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളെ 10 പറയണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എത്രയോ പേരുമായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്യുന്നതാണ്. അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേരളത്തിൽ ഇറങ്ങാൻ വയ്യ രേണു സുധി കാരണം. എൻ്റെ ഭർത്താവ് കേരളത്തിലാണ്. ഇപ്പം കുറച്ച് ആവശ്യങ്ങളായിട്ട് പുള്ളിക്കാരൻ പോയി. ഞാൻ പറഞ്ഞു രേണു സുധിയെ കാണുമ്പോൾ ഒരു ഹായ് പറഞ്ഞിട്ട് വരണേന്ന്. ഞാൻ വീഡിയോ കോളിൽ പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബക്കാരെല്ലാവരും കൂടെ ഇങ്ങോട്ട് വരണം, രേണു സുധിയെ ഇഷ്ടമാണോ? കാരണം എൻ്റെ സ്ഥലത്ത് വരെ അത് അത്രയ്ക്ക് നിങ്ങളെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ, അതൊരു കൊച്ചു ഗ്രാമമാണ്, അത്രയ്ക്ക് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ എന്തോരം ഇമ്പാക്റ്റാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ നല്ല വല്ല കാര്യമാണോ? അതുമല്ല. കുട്ടികൾക്ക് ഇരുന്ന് കാണാൻ പറ്റുമോ? അതുമില്ല. അപ്പം നിങ്ങൾ പറയും 18 വയസ്സിന് മേളിലുള്ളവർ കണ്ടാൽ മതി. നിങ്ങളുടെ തൊട്ട് ബാക്കിലിരിക്കുന്ന ആ കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല? ഈ റിയാക്ഷൻ വീഡിയോ ചെയ്ത ആരും ബാക്കിലിരിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ലേ? അവരൊട്ടും കംഫർട്ടബിൾ അല്ല. അപ്പം അവരൊക്കെ എന്തുമാത്രമായിരിക്കും. എൻ്റെ ഡയറക്ടർ കിടന്ന് വിളിക്കുന്നു, ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് അകത്ത് കയറാൻ. ചേച്ചിക്ക് പിന്നെ തീരെ താല്പര്യമില്ല, തൽപര കക്ഷിയേ അല്ല പോവാൻ. അല്ലെ രേണുവിൻ്റെ ഒരു ഫ്രണ്ട് വന്നിരുന്ന് പറയുന്നുണ്ടായി, രേണു എന്തോ പെൺ സുഹൃത്തുക്കളെ കൂടെ ഇരിക്കാറില്ല, ഇതുപോലെ ആൺ സുഹൃത്തുക്കളെ കൂടെയാണ് ഇരിക്കുന്നതെന്ന്. നിങ്ങൾക്കൊന്നും തോന്നാറില്ലേ? നിങ്ങളെ സ്വയം വിലയിരുത്താറില്ലേ? നിങ്ങളുടെ ബോഡിയോട് നിങ്ങൾക്കൊരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലേ? സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് അപരാധിച്ച് നടക്കാൻ. സ്വന്തം ബോഡിയോട് ഒരു സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാത്ത നിങ്ങളെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എനിക്ക് ഇത്രേ ചോദിക്കാനുള്ളൂ. എല്ലാവരും പറയും പോലെ നമ്മുടെ കൊച്ചു കേരളം പോകുന്നത് ഇത് എങ്ങോട്ടാണ് എന്നുള്ളത്. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഏറ്റവും പീക്കിൽ നിന്നൊരു വീഡിയോ കണ്ടതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇതൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യണം എന്ന് തോന്നിയത്. പിന്നെ രേണു എന്ത് പറഞ്ഞാലും രേണുവിനോട് എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. ഇങ്ങനൊരു വാതിൽ തുറന്ന് തന്നതിന് ഒരുപാട് നന്ദി. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോയാണ്. നിങ്ങളെല്ലാവരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം.
ഇത്രേ പറയാനുള്ളൂ. ഇനി അടുത്ത കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് രേണുവിൻ്റെ കൂട്ടുകാരികളെക്കുറിച്ച്. ആ വീഡിയോയുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുമായിരിക്കും. അപ്പം ശരി, നന്ദി.